അദാനിയുടെ ആണ് എന്നുള്ളത് കൊണ്ട് കേന്ദ്രത്തിന് അങ്ങനത്തെ പരിശോധനയുടെ ഒന്നും ആവശ്യം വരില്ലല്ലോ അല്ലേ? അത് അഭിലാഷിന്റെ അഭിപ്രായം മാത്രമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അഭിലാഷേ, നോക്കൂ, BJPക്ക് ഒരു നിലപാടേ ഉള്ളൂ. അത് അദാനി ആയാലും NSE ആയാലും ട്രംപ് ആയാലും ഇനി അങ്ങ് പാകിസ്ഥാനിലെ സർക്കാരായാലും ചൈനയായാലും ഈ രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ഏത് നിലപാടാണോ ആവശ്യം അതിനെ വളരെ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇന്നത്തെ മോദി സർക്കാർ അംഗീകരിക്കും. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ നിലപാട് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും, കാരണം നരേന്ദ്രമോദിയുടെ അളിയനൊന്നും അല്ലല്ലോ അദാനി എന്ന് പറയുന്ന ആള്. മാത്രമല്ല അഭിലാഷേ, നമ്മൾ ഒരു കാര്യം ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് അഭിലാഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ വരട്ടുവാദത്തിന്റെ ശവപ്പറമ്പാണ് കേരളം എന്ന് പറഞ്ഞാൽ അഭിലാഷ് വിയോജിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ വരട്ടുവാദത്തിൽ എതിർത്തു, കൊയ്ത്ത് യന്ത്രവും മെതിയന്ത്രവും വന്നപ്പോഴും നമ്മൾ എതിർത്തു, വിദേശ നിക്ഷേപം വന്നപ്പോഴും നമ്മൾ എതിർത്തു, സ്വാശ്രയ കോളേജ് വന്നപ്പോഴും നമ്മൾ എതിർത്തു. ആർക്കാണ് അഭിലാഷ ഇതുകൊണ്ട് നഷ്ടം വന്നത്? 19-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ചില ആശയങ്ങളുടെ വരട്ടുവാദക്കാർക്ക് പോലും അഭിലാഷ മാറ്റം ഉണ്ടായില്ലേ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദാനിയെ കറുപ്പിച്ചവർ ഭരണപക്ഷത്തെത്തുമ്പോൾ അദാനിയെ വെളുപ്പിക്കുന്നതും നമ്മൾ കണ്ടില്ലേ? ഒരു കാര്യം നമ്മൾ സമ്മതിക്കണം അഭിലാഷേ, നമ്മുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ശക്തിയുള്ള സംവിധാനങ്ങളില്ല. അപ്പൊ നോക്കൂ, നമ്മൾ ഇപ്പൊ തന്നെ അദാനിയെ കുറിച്ചുള്ള ചർച്ചയിൽ അഭിലാഷ് മാത്രമാണ് ഈ വാദം ഉന്നയിച്ചത്. ഈ രണ്ട് കൂട്ടരും അദാനി ഇന്ന് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇവർക്ക് അസ്വീകാര്യമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഇവരാരെങ്കിലും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഒരു വിദേശ കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അസ്വീകാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിച്ച് ഇപ്പൊ നമ്മൾ ചർച്ചയിലെത്തുന്ന ചില വാദഗതികൾ എന്താണ്? പ്രയർ പെർമിഷൻ എടുക്കേണ്ടവരോട് എടുത്തിട്ടില്ല, അത് മാത്രമാണ് ഏക തെറ്റ്. അദാനി ഇന്ന് വെളുപ്പിക്കപ്പെട്ടിരിക്കുന്നു. അദാനി കേരളത്തിലെ വികസനത്തിന് ആവശ്യമാണെന്ന് വന്നിരിക്കുന്നു. MSE എന്ന് പറയുന്ന വിദേശ കമ്പനി പോലും ഈ രാജ്യത്തിലെ തൊഴിലാളികൾ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാനും സാങ്കേതിക വളർച്ചയ്ക്കും മുതൽ മുടക്കാനും അത് നാളെ കേരളത്തിന് കൈമാറാനും അവർ സന്നദ്ധമാണെങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ള ഒരർത്ഥം. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആ ഇരട്ടത്താപ്പിനെ അങ്ങ് TP ജയചന്ദ്രൻ മാഷ് പൊളിച്ചങ്ങ് അടക്കുന്നത്. ഓരോ മലയാളിയും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ, അദാനിക്കെതിരെയൊക്കെ പ്രകടനം വിളിച്ച് തെരുവിലിറങ്ങിയിരുന്ന ഇടതുപക്ഷവും കോൺഗ്രസും ഇപ്പോ അദാനിക്ക് വേണ്ടി കൈയടിക്കുന്ന ഒരു കാലത്തേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകം ഓർമ്മ വേണം, ഇന്നും രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ തോന്നിയത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സതീശന് അദാനിക്ക് കൈയടിച്ചോണ്ടിരിക്കുക. സതീശൻ മാത്രല്ല, ജയചന്ദ്രൻ മാഷ് കൃത്യമായിട്ട് എടുത്തു പറയുന്നു, സതീശനും ഇടതുപക്ഷവും ഇവർ ഒരുമിച്ച് അദാനിക്കെതിരെ ഇവർക്ക് ആർക്കും ഒരു പ്രശ്നമേ ഇല്ല. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടിപ്പോ ഒരു വിദേശ കമ്പനിയുടെ 13,000 കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഓഹരി കൈമാറ്റം വരുന്നതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ UDFിനുമുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് അറിഞ്ഞു അറിഞ്ഞില്ല ഈ പ്രശ്നമാണോ? അതായത് അദാനിക്കെതിരെ ഒരു അക്ഷരം ഇണ്ടാൻ ഇടതുപക്ഷവും ഇല്ല, UDFും ഇല്ല. ഇവരെ എന്തൊക്കെ ബഹളായിരുന്നു. രാഹുൽ ഗാന്ധി എന്തൊക്കെയാ അദാനിക്കെതിരെ വിളിച്ചു പറഞ്ഞത് എന്നതിന്റെ 1-2 ഉദാഹരണം ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. വിവാഹം നടത്താൻ കർഷകന് വായ്പ എടുക്കണം, അംബാനി ചിലവാക്കിയത് ജനങ്ങളുടെ പണം, ആഞ്ഞടിച്ച് രാഹുൽ മോദിക്കും വിമർശനം. അതായത് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തി. ഏത് വിഷയത്തിൽ പോലും അവരുടെ കുടുംബത്തിലെ കല്യാണത്തെ പോലും വലിച്ചേച്ചിട്ട് അവരുടെ ബിസിനസ് കൊണ്ടാണോ അതൊന്നുമില്ല, കട്ടുമുടിച്ചു എന്ന രീതിയിൽ അദാനിക്കെതിരെ. അടുത്തത്, ഇത് മോദി സർക്കാരല്ല, അംബാനി അദാനി സർക്കാർ ശ്രദ്ധ തിരിക്കാൻ ഹിന്ദു മുസ്ലിം വിദ്വേഷം പടർത്തുകയാണെന്നും രാഹുൽ ഗാന്ധി സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടുള്ള പണിയാണ്. ഹിന്ദു മുസ്ലിം വിദ്വേഷമൊക്കെ ഇവിടെ സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്നിട്ട് എന്താ പറയുന്നത്? ഇത് അംബാനി അദാനി സർക്കാർ, അതായത് രാഹുൽ ഗാന്ധിയൊക്കെ അംബാനിക്കെതിരെ അദാനിക്കെതിരെ നിരന്തരം തോന്നിയത് വിളിച്ചറിഞ്ഞു. അടുത്തൊരു ഉദാഹരണം, ആസാം സ്വകാര്യ ATM ആയി മാറി, ഭൂമി അദാനിക്കും അംബാനിക്കും കൈമാറി, മോദിയെയും മുഖ്യമന്ത്രി ശർമ്മയെയും ലക്ഷ്യമിട്ട് രാഹുൽ ഗാന്ധി. ഇങ്ങനെ എത്ര വാർത്തകൾ മോദി സർക്കാരിനെതിരെ നിരന്തരം. അദാനി കൂട്ടുകച്ചവടം എന്തൊക്കെയായിരുന്നു വിളിച്ചു പറഞ്ഞത്. എന്തേ രാഹുലിന്റെ വായിൽ ഇപ്പൊ എന്താ പിന്നാക്കോ? ഒരക്ഷരം ഉണ്ടെന്നില്ലല്ലോ. സതീശൻ ഇവിടെ കൂട്ടുകച്ചവടമാണ് നടത്തുന്നത്. രാഹുൽ ഗാന്ധിയോടാ ചോദ്യമോ? സതീശൻ ഇവിടെ കൂട്ടുകച്ചവടം നടത്തുന്നുണ്ടോ? എന്തേ ഒരക്ഷരം ഇണ്ടാൻ രാഹുൽ ഗാന്ധി ഇറങ്ങാത്തത്? ഒരക്ഷരം ഇണ്ടാൻ രാഹുലിനെ വായിക്കും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇപ്പൊ കുറച്ചായിട്ട് കാണാനില്ല എന്നാണ്
കേൾക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അദാനിയുമായിട്ട് ഈ കൂട്ടുകച്ചവടത്തിൽ നിന്ന് കോൺഗ്രസിന്റെ UDFന്റെ സ്വന്തം സർക്കാരിനെ മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ VD സതീശൻ രാഹുൽ ഗാന്ധിയുടെ മോന്തക്കിട്ട് തല്ലുന്നതിന് സമല്ലേ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടായിരുന്നെങ്കിൽ അദാനി അങ്ങ് പിരിച്ചുവിടണ്ടായിരുന്നു. അദാനിയെ പിരിച്ചുവിടണ്ടേ രാഹുൽ ഗാന്ധിയുടെ നിലപാടനുസരിച്ച്? അതൊന്നും രാഹുൽ ഗാന്ധിയെ കൊണ്ടും ഈ പറഞ്ഞ സതീശനെ കൊണ്ടും കൂട്ടിയാൽ കൂടില്ല. ഇവരൊക്കെ തന്നെ എന്ത് കിട്ടുന്നു എന്ന് നോക്കി നിൽക്കല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ നടക്കുന്നത്? എന്തെങ്കിലും തങ്ങളെ കൊണ്ട് അതിലൊന്ന് കൈയിട്ട് വാരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടല്ലേ, എന്ന് നോക്കിയിട്ടല്ലേ ഞങ്ങൾ അറിഞ്ഞില്ല എന്നുള്ള വാദം നടക്കുന്നത്. ഇപ്പൊ എന്താ സതീശൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് പറയുന്നത്? ഇടതുപക്ഷം അവരാണ് ആദ്യമേ ഈ ഇടപാട് അറിഞ്ഞത് എന്നൊക്കെ പറയുന്നത്. നിങ്ങളതൊന്നും ഇട്ടു. ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ്. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെന്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെന്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെന്റ് ഉണ്ടായിരുന്നു, പോർട്ടും മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള. എന്നിട്ട് അത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. നിങ്ങൾ കേട്ടില്ലേ? 5-ാം തീയതി തന്നെ ദേശാഭിമാനിക്ക് വാർത്ത കിട്ടി. അത് അവർക്ക് ആദ്യമേ അറിയാമായിരുന്നു. സതീശൻ ഇതൊന്നും പറയാൻ നാണമില്ലേ? ഉളുപ്പില്ലേ? ലളിതമായ ചോദ്യ. ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് വിളിച്ചു പറയാൻ സാധിക്കുന്നത്? പോർട്ട് മന്ത്രിയായിട്ട് ഈ പറയുന്ന ജൂൺ 5-ന് മുമ്പേ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള, ജൂൺ മാസത്തിന് മുമ്പേ പോർട്ട് മന്ത്രിയായിട്ട് അധികാരം ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തിയല്ലേ ഈ സതീശന്. എന്നിട്ട് കേരളത്തിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം ഒന്നും പറഞ്ഞു തന്നില്ലേ? ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനത്തേക്ക് പിരിച്ചുവിട്ടാലേ, അതാണല്ലേ. ഇവിടെ നാഷണൽ മീഡിയാസിലൊക്കെ തന്നെ ജൂൺ 5-ന് തന്നെ അതിന് മുമ്പേ തന്നെ വാർത്ത വന്നിട്ടുണ്ട്. സതീശൻ ഇത് അറിയാഞ്ഞിട്ടാണോ അഭിനയിക്കാണോ? സതീശൻ ഇതിന്റെ കച്ചവടമുണ്ടോ? ലളിതമായ ചോദ്യ. സതീശൻ പറയുന്നു ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ പറയുന്നു അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. തോന്നിയത് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കാൻ, ആളുകളെ പറ്റിക്കാൻ ഇറങ്ങി നടക്കാണ് ഇപ്പൊ സതീശൻ. ദേശാഭിമാനിയിലെ വാർത്തയുള്ളൂ എന്ന്. ഇത് കാലം മാറി. ഇത് ChatGPT ഈ ഇത്തരം ഒരു കാലഘട്ടത്തിലൂടെ പോകുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാൽ അതിന്റെ ലിങ്ക് ഉൾപ്പെടെ വരുന്നൊരു കാലത്തല്ലേ നമ്മൾ എത്തി നിൽക്കുന്നത്. ദേശാഭിമാനിക്ക് മുന്നില് ഈ വാർത്തയൊക്കെ നാഷണൽ മീഡിയാസിൽ വന്നിട്ടുണ്ട്. 13,000 കോടി രൂപയിലും അധികം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് സതീശന് ദേശാഭിമാനിയിലൂടെയാണ് അറിയുന്നത്. അല്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറയാൻ നാളല്ലേ? ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന UDFും LDFും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയത് വിളിച്ചു പറഞ്ഞ് മലയാളികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതാണ് യാഥാർത്ഥ്യം. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ എന്തെങ്കിലും കിട്ടുക എന്നുള്ള കച്ചറയാണ് ഇപ്പൊ നടക്കുന്നത് എന്നല്ലേ മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെയല്ലേ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് രാജ്യത്തിന്റെ പുരോഗതി, രാജ്യത്തിന് ഗുണമാണെങ്കിൽ ഏത് സംവിധാനത്തെയും അംഗീകരിച്ച് മുന്നോട്ട് പോകും. രാജ്യത്തിന് ഗുണമാവണം. ഇനി രാജ്യത്തിനെതിരാണോ അതിന് ഏത് കൊലകൊമ്പനാണെങ്കിലും എടുത്ത് ആറ്റിലെറിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണല്ലോ. നൂഡിൽസ് ഒക്കെ കൃത്യമായിട്ട് ജയചന്ദ്രൻ മാഷ് ചാനൽ ചർച്ചയിൽ തന്നെ അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. നൂഡിൽസ് ഉൾപ്പെടെയുള്ള കമ്പനികളെ എടുത്ത് അത് നിരോധിച്ചിട്ടുണ്ട് മോദി സർക്കാർ. അത് ഇന്ത്യൻ ജനതയുടെ ആരോഗ്യത്തിനെ ബാധിക്കുമെന്ന് പറയുന്ന സ്പോട്ടിൽ അത് ആരുടേതാണെന്ന് പോലും നോക്കാതെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇത് ഗുണമാണെങ്കിൽ, നമ്മുടെ നാടിന് ഗുണമാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിന് ഗുണമാണെങ്കിൽ എല്ലാത്തിനും പോസിറ്റീവായിട്ടുള്ള നിലപാടെടുത്ത് മുന്നോട്ട് പോകും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് അങ്ങേയറ്റത്തെ ഒരു ഇരട്ടത്താപ്പ. കോൺഗ്രസ് പ്രതിപക്ഷത്തിലുള്ള സമയത്ത് സകല സമയത്ത് വിളിച്ചു പറഞ്ഞ അദാനിക്കെതിരെയായിരുന്നു രാഹുൽ ഗാന്ധി എന്ന് നേതൃത്വം കൊടുത്തത്. ഇടതുപക്ഷമാണെങ്കിൽ മത്സരമായിരുന്നു. ഞാൻ പോട്ട് ഞങ്ങളാന്ന് പറയാം. ഇപ്പൊ വന്നപ്പോഴേക്ക് അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം. ഇവരൊക്കെ എന്താണ് എന്നുള്ളത് സകല മലയാളികളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക. ഒരാള് പ്രതിപക്ഷത്ത് വരുമ്പോ അത് തെറ്റ്, അവര് ഭരണപക്ഷത്തേക്ക് വരുമ്പോ അത് ശരി. സതീശനൊക്കെ വല്ല നിലപാടും ഉണ്ടോ?